ഗൈസ്, സ്ഥിരം ലൊക്കേഷനിൽ നിന്ന് ഒരു മോചനം ആവശ്യപ്പെട്ട ഞങ്ങളെ നേരെ അവർ കാറിലിട്ട് കൊണ്ടുപോയത് മൂന്നാറിലെ പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടിലേക്കായിരുന്നു. അതിഥി ദേവോ ഭവ, തുടക്കം തന്നെ അതായിരുന്നു സീൻ. നമ്മളെ മാലയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് ഒരു രാജകീയ എൻട്രി. ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ കിടിലനായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ചുക്ക് കാപ്പിയിൽ അങ്ങോട്ട് തുടങ്ങി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഒരു 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിലോട്ട് എത്താനുള്ളതിനേക്കാൾ തിടുക്കം ഫുഡ് അടിക്കാനായിരുന്നു. ഇവിടുത്തെ റെസ്റ്റോറന്റ് വ്യൂ എന്ന് പറയുന്നത് കിഡിലോ ആയിരുന്നു. സ്റ്റാർട്ടറായിട്ട് സൂപ്പിൽ തന്നെ തുടങ്ങി. ഞാൻ സൂപ്പ് ലവർ ഒന്നല്ല കേട്ടാ, ബട്ട് ഇനി മുതൽ അങ്ങനെയാണ്. തണുത്തിരിക്കുമ്പോൾ ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അതിന്റെ വേറൊരു വേർഷൻ. അങ്ങനെ പറക്കാട്ടിലെ നമ്മുടെ ആദ്യത്തെ ഐറ്റം വന്നു, ചെട്ടിനാട് ബിരിയാണി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ദായി ഇരിക്കണ രണ്ടും 1 മാസമായിട്ട് ഡയറ്റിലാണ് ഗൈസ്. ഇന്നത്തോടെ അതിനൊരു അവസാനം നമ്മൾ കുറിച്ചതായി പ്രഖ്യാപിക്കുന്നു. വയറ് നിറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് കിടക്കാനായി. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം. നിങ്ങൾ തന്നെ പറ, എങ്ങനെയുണ്ട് റൂം? ഫസ്റ്റ് സൈറ്റിൽ തന്നെ എൻ്റെ കണ്ണൊന്ന് മിന്നി. പ്രീമിയം റൂമായിരുന്നു നമ്മുടെ. ഇന്റീരിയറും വാൾ പെയിന്റിങ്ങും ഫ്ലോർ വർക്കും ഒക്കെ ഒരു റോയൽ ലുക്ക് തന്നെയായിരുന്നു. ഈ റൂമിൽ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. റൗണ്ട് ബെഡ് ആർക്ക് എന്നതായിരുന്നു ആദ്യത്തെ അടി. ടെക്നിക്കലി ഇതിൽ 3 പേർക്ക് കിടക്കാൻ റിസ്ക് ആയതുകൊണ്ട് കിച്ചേച്ചി പിന്മാറി. ഞാൻ റൗണ്ട് ബെഡ് ഉറപ്പിച്ചതാ. ചുമ്മാ അപ്പുറത്തെ റൂം കൂടി ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് പോയപ്പോൾ ദാണ്ട്ര ഒരുത്തൻ അവിടെ പടായി കിടക്കണ്. അങ്ങനെ ഞങ്ങൾ ആ റൂം ഉറപ്പിച്ചു. ഇതാണ് ഗൈസ് ജഗ്ഗൂസ്. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് ഉപയോഗിക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടുത്തെ റൂമിന്റെ വിൻഡോ വ്യൂ ആണ് മെയിൻ. പൊന്നേ കിഡിലം. നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവിടുത്തെ ക്ലൈമറ്റിനൊക്കെ മാറ്റം വരുന്നത്. രാവിലെ ഫ്രഷ് ആയി വന്ന വിൻഡോ തുറന്ന് കാണുന്ന സീൻ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. റൂമിന്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ചുമർ ചിത്രങ്ങൾ കാണായിരുന്നു. ഇത് ആരൊക്കെയാണെന്നൊന്നും അറിയില്ലെങ്കിലും കാണാൻ നല്ല കുളിർമയുള്ള സംഭവങ്ങളായിരുന്നു. വാൾ പെയിന്റിംഗ് ഒക്കെ കണ്ട് റൂമിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മോനെ സ്വർഗം. പൂള് ഗൈസ്, എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ പൂളിൽ ഇറങ്ങി കളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയായിരുന്നു പൂളിൽ ഇറങ്ങാൻ. ഞങ്ങളുടെ ഭാഗ്യത്തിന് റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു പൂള്. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. തണുത്തട്ട് പല്ല് കൂട്ടിയിടിക്കണത് അപ്പുറത്തെ ആൾക്ക് കേൾക്കാം. എന്നാലും പൂളിൽ ഇറങ്ങാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ കേറാനായിരുന്നു ബുദ്ധിമുട്ട്. ഇത് കണ്ട ആ ചാട്ടം മാത്രമേ ഉള്ളൂ, നീന്താൻ അറിഞ്ഞൂടാ. അളിയന്റെ ആ ചാട്ടത്തിൽ തിരമാല വന്നടിച്ച ഫീലായിരുന്നു എനിക്ക്. ഈ കൂട്ടത്തിൽ എനിക്ക് അളിയനും നീന്താൻ അറിയില്ല. അപ്പൊ അതിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നതാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പൂളിലായിരുന്നു. ഇതൊന്നല്ല ഗൈസ് ഫ്രെയിം, ഇനി വരാൻ പോണതാണ് ഫ്രെയിം. എന്റെ അളിയോ, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര അധികം ഐറ്റംസ് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു മനുഷ്യന് ഇതൊക്കെ ഒരു നേരം ടേസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കാവോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റേ അറ്റം എത്തുമ്പോഴേക്കും കടന്നു പോണ ഐറ്റംസിന്റെ എണ്ണം എത്രയാണെന്ന് പോലും അറിയില്ല. സാലഡ് തന്നെ ഒരു 4 വെറൈറ്റി ഉണ്ട്. ഉപ്പിലിട്ടത്, മധുരം, ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇഡ്ഡലി, ദോശ, അങ്ങനെ പോണു. വെറൈറ്റി വെജും നോൺ വെജും ആയിട്ട്. പറക്കാട്ടിന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റും പൂളും പിന്നെ സൂപ്പുമാണ്. ചമ്മന്തിപ്രാന്തിയായ ഞാൻ ഇതിലേത് ചമ്മന്തി എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ചു നേരം പകച്ചു നിന്നു. പിന്നെ കിട്ടിയതൊക്കെ വാരി പ്ലേറ്റിലിട്ടു. ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? അതന്നെ ആദ്യം എനിക്കും തോന്നിയേ. പക്ഷെ ഇതല്ല, ഇത് കഞ്ഞിയാണ് ഗൈസ്, കഞ്ഞി. എന്തൊക്കെയോ പറക്കി പ്ലേറ്റിലിട്ടു. തമ്പുരാനറിയാം. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ വയറല്ലുള്ളൂ സാറേ എന്നോർത്തപ്പോ ഞാൻ വിട്ടു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കോടമഞ്ഞുള്ളിലേക്ക് തള്ളി കയറുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചൂട് ചായ ഗ്ലാസും കണ്ണും നോക്കിയിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ വൈബ് അങ്ങ് മാറും. ചെറിയ തരത്തില് ഗെയിം സ്പേസ് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കളി എന്താണെന്നറിയാത്ത ഞങ്ങൾ പെൺതരികളാണ് ഗൈസ് ഈ കളിയിൽ ജയിച്ചത്. ഒരുപാട് കാണാനും നേരം പോക്കിനുള്ള സ്ഥലങ്ങളുണ്ട്. സമയം പോണത് നമുക്ക് അറിയില്ല. ഇതാണ് ഈ റിസോർട്ടിന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഈ തേയിലത്തോട്ടമാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെടുത്ത് മടുത്തു. അതിനു മാത്രം സ്പോട്ടുകൾ ഉണ്ട് ഇവിടെ. റൂമില് മാമനും മോനും ചേർന്നാ പിന്നെ നഴ്സറി ക്ലാസ് ആണ്. ഇങ്ങനെ ഓടിക്കളിക്കുമ്പോ എന്ത് രസാന്ന് അറിയാൻ വേണ്ടി ഞാനും കിച്ചേച്ചും തുടങ്ങി. അവസാനം അത് ഇങ്ങനെ അവസാനിച്ചു. പിന്നെ സൂപ്പ്. ഈ 2 ഡേ ഞാൻ കുടിച്ച സൂപ്പിനും ചായക്കും കണക്കില്ല. ഇത് ഞങ്ങളുടെ 2nd ഡേ ലഞ്ച് ടൈം ആണ്. ഇത് കഴിഞ്ഞ ട്രെക്കിംഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സംഭവം തീർത്തു. റിസോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ട്രക്ക് ചെയ്തെത്തുന്നത് ഒരു ഗാർഡൻ ഏരിയയിലോട്ടാണ്.
1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉള്ളൂ എന്ന് വെച്ചാലും അതൊരു 1.5 പോക്കായിരുന്നു. എല്ലാം ഡ്രൈവർ ചേട്ടന്റെ സ്കില്ലിലിരിക്കും. ചെന്നിറങ്ങിയത് ഒരു പാർക്ക് പോലത്തെ സ്ഥലത്തായിരുന്നു. ഇനി നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾ അല്പം സംസാരിക്കട്ടെ. പിന്നെ ഞാനും കളുകയായി തമ്മിൽ വർത്താനം. ഇവിടുത്തെ മെയിൻ കേവ് ഹൗസ് ആണ്. അതിന് പുറമേ കാണുമ്പോൾ ഉൾഭാഗത്ത് ഇത്രയൊക്കെ ഉണ്ടാവോ എന്ന് ചിന്തിക്കും. എന്താ ഗിരിയേട്ടന്റെ സെറ്റപ്പ്. ആ ഡയലോഗായിരുന്നു ആദ്യം എനിക്ക് ഓർമ്മ വന്നത്. രാത്രി ടൈമിലൊക്കെ ഇവിടെ എങ്ങനെ കിടക്കും എന്ന് ഞാൻ ആലോചിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ജഗ്ഗൂസും പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇനി സ്വല്പം അഡ്വഞ്ചർ ആവാം. ഈ ഐറ്റം നമ്മൾ പോത്തുണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് ആള് തള്ളണ സ്പീഡിൽ പൊക്കോളും, ഇങ്ങോട്ടും നമുക്ക് വലിയ പണിയൊന്നുമില്ല, ആളിങ്ങനെ വലിച്ചെടുത്തോളും. അതുകൊണ്ട് ഇത് എത്ര പേടിയുള്ളവർക്കും ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ഈ വാട്ടർഫോൾ ആയിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ജിമ്മ് വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഈ കോലുകൊണ്ട് ബോള് കുത്തിയിടുന്ന ഗെയിം കണ്ടു. വലിയ പിടുത്തൊന്നില്ലെങ്കിലും കളിക്കാനുള്ള കോല് രണ്ടും ഞാനും കിച്ചേച്ച് ആദ്യം എടുത്ത് പിടിച്ചു. അളിയനും പൊന്നും എന്തൊക്കെയോ പറഞ്ഞു തരണ്ടേ. നമുക്കിത് കോലുകൊണ്ട് കുത്തിയിടുന്ന ഗെയിം അതന്നെ. എന്നും രാത്രി ചിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പ് ഫയറും DJ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മളെ അറിയുന്ന ഒരു ഫാമിലിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ക്യാമ്പ് ഫയർ അടിച്ചു പൊളിച്ച് അതങ്ങ് അവസാനിപ്പിച്ചു. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ ജ്വല്ലറി ഷോപ്പൊക്കെ കാണുന്നത്. ആ ഒരു കൗതുകത്തിൽ കയറി നോക്കി. ഒരുപാട് കളക്ഷൻസ് ഓഫ് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. സീരിയലുകളിലൊക്കെ കാണുന്ന വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലെ വലിയ വിഗ്രഹങ്ങളും ട്രഡീഷണൽ ജ്വല്ലേഴ്സും ഒക്കെ ആയിട്ട് ആകെ ഒരു സ്വർണ്ണമായിരുന്നു. കണ്ടപ്പോൾ തോന്നിയ ഒരു ഇഷ്ടത്തിൽ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തു. ഹെവി വെയ്റ്റഡ് ആയിട്ടും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ പയ്യൻസിന്റെ കുറുമ്പ് സഹിക്കാതെ അവിടുത്തെ സ്റ്റാഫ് അവനെ പിടിച്ച് ആനപ്പുറത്ത് കയറ്റിയിരുത്തി. ആനയെ പേടിച്ചോ സ്റ്റാഫിനെ പേടിച്ചോ കുറച്ചു നേരം മൂപ്പനെ അടങ്ങിയിരുന്നു. കിടക്കണ കിടപ്പ് കണ്ട വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. ട്രിപ്പ് കഴിഞ്ഞ് പോണേന്റെ വിഷമം സഹിക്കാതെയുള്ള കിടപ്പാ. കുട്ടിക്ക് കുറച്ച് ക്ഷീണായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പറക്കാട്ടിനോട് വിട പറയാൻ തയ്യാറായി. ഈ 2 ദിവസം ഞങ്ങൾക്ക് കിട്ടിയ കുറെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും മനസ്സിൽ നിറച്ച് ബാക്ക് ടു തൃശ്ശൂർ ഗൈസ്. തിരിച്ചുള്ള പോക്ക് നമ്മൾ മറയൂർ, ചിന്നാർ, പൊള്ളാച്ചി വഴി കൊല്ലങ്കോട് ത്രൂ തൃശ്ശൂർ. ആ റൂട്ട് നൈസാണെന്ന് കേട്ടപ്പോൾ എന്നാ പിന്നെ അതന്നെ പിടിക്കാനായി. വഴിയും കാഴ്ചകളും മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും തൊടുന്നതായിരുന്നു. ഏതായാലും ഈ ട്രിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു.